കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ചർച്ച നടത്തിയെന്നും മഞ്ഞുരുകിയെന്നുമെന്നുള്ള ചർച്ചകളുമൊക്കെ ഒരു വശത്ത് നടന്നു. പക്ഷേ ഇപ്പോഴതാ മറുവശത്ത് ഗവർണർ സുപ്രീം കോടതിയിലെത്തുകയാണ്. താൽക്കാലിക VC നിയമനം ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം ഗവർണർ സുപ്രീം കോടതിയിൽ. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല VCമാരെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ഗവർണർ അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താൽക്കാലിക VC നിയമനങ്ങൾക്ക് UGC ചട്ടം പാലിക്കണമെന്നാണ് വാദം. താൽക്കാലിക VCമാരുടെ കാലാവധി 6 മാസത്തിൽ കൂടുതലാകരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിര VC നിയമനത്തിനുണ്ടാകുന്ന കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ഥിര VC നിയമനത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയും CPM-നെതിരെയും SFIക്കും DYFIക്കുമെതിരെയും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പോയ ദിവസങ്ങളിൽ ഭാരതാംബ വിഷയത്തിലടക്കം കേരള ഗവർണർ അതിശക്തമായി ഉറച്ചു നിന്നത്. ഇപ്പോഴത്തെ ഗവർണർ സുപ്രീം കോടതിയിലെത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് മറുപടി നൽകും, ഗവർണറുടെ തിരിച്ചുള്ള മറുപടി എന്തായിരിക്കും എന്നതടക്കം കേരളം ഉറ്റുനോക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമോ, അതിശക്തമായി തന്നെ കടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാന സർക്കാരിനും CPM-നുമുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല. മൈത്രിയില്ലാതെ ഇടത് സർക്കാർ. EP ജയരാജന്റെ വൃദ്ധസദനം പൂട്ടി. സ്ഥാപനത്തിന് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ഉണ്ടായിരുന്നത് 2017 വരെ മാത്രം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ സ്ഥാപിച്ച സ്വകാര്യ വൃദ്ധസദനം സാമൂഹിക നീതി വകുപ്പ് അടച്ചുപൂട്ടി. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമില്ലെന്ന് കണ്ടാണ് നടപടി. അന്തേവാസികളെ മറ്റ് സദനങ്ങളിലേക്ക് മാറ്റി. സൗത്ത് ബസാറിലെ മട്ടമ്മൽ റോഡിൽ 2.5 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചിരുന്ന മൈത്രി സദനമാണ് പൂട്ടിച്ചത്. സ്ഥാപനത്തിലുണ്ടായിരുന്ന 9 അന്തേവാസികളിൽ 4 പേരെ കണ്ണൂർ ഗവൺമെന്റ് വൃദ്ധസദനത്തിലേക്കും 3 പേരെ ചെറുകുന്ന് മദ്രസാല പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്കും 2 പേരെ തോട്ടട അഭയനികേതനിലേക്കും മാറ്റി. 1996 തുടങ്ങിയ സ്ഥാപനത്തിന് 2017 വരെ മാത്രമാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ഉണ്ടായിരുന്നത്. പിന്നീട് അംഗീകാരം പുതുക്കിയില്ല. 16 വർഷത്തോളം സ്ഥാപനത്തിന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് EP ജയരാജനായിരുന്നു. ചോർന്നൊലിക്കുന്നതും കോൺക്രീറ്റ് അടർന്നു വീഴുന്നതുമായ അപകടാവസ്ഥയിലുള്ള വാടക കെട്ടിടത്തിലായിരുന്നു സ്ഥാപനം. മാനദണ്ഡ പ്രകാരമുള്ള ബിൽഡിംഗ് ഫിറ്റ്നസ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്നിവ വർഷങ്ങളായി ലഭ്യമാക്കിയിട്ടുമില്ല. ശോച്യാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2024 സ്ഥാപനം പൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു. അന്തേവാസികളിൽ നിന്നും തുക ഈടാക്കുന്നുണ്ടെങ്കിലും നിലവാരമുള്ള സേവനങ്ങൾ നൽകിയിരുന്നില്ലെന്ന് സാമൂഹിക നീതി വകുപ്പ് പറയുന്നു. വൃത്തിഹീനമായ നിലയിലാണ് പരിസരവും അടുക്കളയും. പാചക തൊഴിലാളിക്ക് മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രമില്ല. രോഗികളായ താമസക്കാർക്ക് ബന്ധുക്കൾ തന്നെ ശുശ്രൂഷ നൽകേണ്ട സാഹചര്യമായിരുന്നു. സ്ഥാപനം തുടങ്ങിയത് താൻ മുൻകൈയെടുത്താണെങ്കിലും 1ാം പിണറായി സർക്കാരിൽ മന്ത്രിയായപ്പോൾ നടത്തിപ്പ് കൈമാറിയിരുന്നു എന്നാണ് EP ജയരാജൻ ഇപ്പോൾ പറയുന്നത്. MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര വിശദീകരണം തള്ളി പോലീസ് മേധാവി നടപടിക്ക് ശുപാർശ. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ട്രാക്ടറിൽ ശബരിമലയിലേക്ക് പോയ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ യാത്രയെക്കുറിച്ച് ADGP നൽകിയ വിശദീകരണം തള്ളിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് നൽകിയത്. മുഖ്യമന്ത്രിയുടെ നിലപാട് ഇനി നിർണായകമാകും. ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം നടത്തിയ സംഭവമായതിനാൽ ബറ്റാലിയൻ ADGP ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ നീക്കാനാണ് സാധ്യതയെന്നറിയുന്നു. കേസ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ എന്ത് നടപടിയെടുത്തു എന്നായിരുന്നു സർക്കാരിനോട് കോടതിയുടെ ചോദ്യം. തുടർന്ന് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി. കാലുവേദനയായതിനാലാണ് ട്രാക്ടർ യാത്ര നടത്തിയതെന്ന ADGPയുടെ വിശദീകരണം പോലീസ് മേധാവി വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് വിവരം. അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയെ അറിയിക്കാനായിരുന്നു നേരത്തെയുള്ള ആലോചന. എന്നാൽ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം കോടതി ആവർത്തിച്ചാൽ സർക്കാരും പോലീസും പ്രതിരോധത്തിലാവും. ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കണമെന്നുള്ള പോലീസ് മേധാവിയുടെ ആവശ്യമെന്നാണ് വിവരം. ADGPക്കെതിരെയുള്ള വിജിലൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും കേസ് ഡയറിയും ഹാജരാക്കി. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷിച്ച അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും കോടതിയിൽ ഹാജരാക്കി. ഇതുകൂടാതെ അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പ്, സാക്ഷിമൊഴികൾ എന്നിവയും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതി മുറിയിൽ വെച്ച് ഇതിൽ പരിശോധന നടത്തിയ ശേഷം ഹർജിക്കാരനോട് മറുപടി അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി കേസ് ജൂലൈ 28 വീണ്ടും പരിഗണിക്കും. ഹർജിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ വിജിലൻസ് നിലവിൽ നടത്തിയ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതിക്ക് നേരിട്ട് പരിശോധിക്കുന്നതിനാണ് കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചത്. ADGPക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് SP ഷിബു പാപ്പച്ചൻ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ട് പകർപ്പ് മാത്രമാണെന്നും ആരും സാക്ഷ്യപ്പെടുത്താത്തതുകൊണ്ട്
തിരിമറി സംശയിക്കുന്നതായും ഹർജിക്കാരനായ നാഗരാജ് വാദിച്ചിരുന്നു. പരാതിക്കാരന്റെ സംശയം മാറുന്നതിനാണ് യഥാർത്ഥ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ADGPയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് നൽകിയതെന്നാണ് ഹർജിക്കാരന്റെ വാദം. പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കവടിയാറിൽ 31 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി 65 ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റത് സംബന്ധിച്ചുമുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഹർജിക്കാരൻ പറയുന്നു. MR അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് 70 ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതിപ്പണം ഉണ്ടായിരുന്നു എന്നാണ് ഹർജിക്കാരന്റെ വാദം. ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ADGP വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. CPMന് പലപ്പോഴായി പല കോണുകളിൽ നിന്നും കിട്ടേണ്ടത് കിട്ടാറുണ്ട്. അത് നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്നായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നായാലും മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും പൊതുജനങ്ങളുടെയും ഭാഗത്ത് നിന്നായാലും പലപ്പോഴായി സംസ്ഥാന സർക്കാരിനും CPMനും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ CPM വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തമാവുകയാണ്. പലസ്തീൻ ഐക്യദാർഢ്യം ചെയ്യുമ്പോൾ സ്വന്തം രാജ്യത്തോടു കൂടി അല്പം സ്നേഹം കാണിക്കൂവെന്ന് CPMനോട് ബോംബെ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അല്പം ദേശസ്നേഹം കൂടുതലാകാം എന്ന് തന്നെയാണ് CPMനോട് വ്യക്തമാക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഇതിന് പിന്നാലെ പറഞ്ഞിരിക്കുന്നത്. ഗാസയ്ക്ക് വേണ്ടി വിലപിച്ച CPMനോട് വ്യക്തമായി ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണ് കോടതി. വിദേശ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാൻ CPMനെ ബോംബെ ഹൈക്കോടതി ഉപദേശിച്ചു. പലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെ ചോദ്യം ചെയ്ത CPM സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ബോംബെ ഹൈക്കോടതി CPMനെ ഉപദേശിച്ചത്. ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 17-ന് നടത്താനിരുന്ന റാലിക്കാണ് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചത്. രാജ്യസ്നേഹികളാണെങ്കിൽ ഇന്ത്യയിലെ മലിനീകരണം, പ്രളയമടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും കോടതി പറഞ്ഞു. CPM നൽകിയ ഹർജി കോടതി തള്ളുകയും ചെയ്തു. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാനും കോടതി CPMനെ ഉപദേശിച്ചു. പലസ്തീൻ വിഷയത്തിലെ നിലപാട് രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ലേ എന്നും കോടതി ചോദിച്ചു. വിദേശ നയത്തിന് എതിരാണെങ്കിൽ കൂടി പൗരന്മാർക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ എന്ന് CPMനായി ഹാജരായ മിഹിർ ദേശായി ആരാഞ്ഞു. അതേസമയം കോടതി നിലപാടിനെ അപലപിച്ച CPM പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തി. കോടതിയുടേത് പക്ഷപാതപരമായ നിലപാടാണെന്ന് പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശങ്ങളെക്കുറിച്ചും പലസ്തീനികളോടുള്ള ജനങ്ങളുടെ ഐക്യദാർഢ്യത്തെക്കുറിച്ചും ബെഞ്ചിന് അറിയില്ലെന്നൊക്കെയാണ് പാർട്ടി കൂട്ടിച്ചേർത്തത്. കേരളത്തിലെ CPM നേതാക്കന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MA ബേബിയും മന്ത്രി P. രാജീവും പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരും ജനറൽ സെക്രട്ടറി MA ബേബിയും ഒക്കെ പലസ്തീൻ അനുകൂല പരിപാടികളിൽ പങ്കെടുക്കുന്നതും അഭിവാദ്യം അർപ്പിക്കുന്നതും പലസ്തീൻ വേഷം ധരിച്ചതുമൊക്കെ രാഷ്ട്രീയ കേരളം ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ വലിയ വിമർശനങ്ങൾ തന്നെ കേൾക്കേണ്ടി വരികയാണ് CPMന്. CPMനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീരുന്നില്ല. കേരളത്തിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ്. പിരിച്ചുവിട്ട ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനാകാതെ നട്ടം തിരിയുകയാണ് CPM സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്നതിനിടെ വിഭാഗീയത മൂലം പിരിച്ചുവിടപ്പെട്ട കൊല്ലം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനായിട്ടില്ല. 8 മാസമായിട്ടും ഇരു വിഭാഗങ്ങളെയും യോജിപ്പിലെത്തിക്കാൻ സാധിക്കാത്തതാണ് കാരണം. സംസ്ഥാന കമ്മിറ്റി മുൻ അംഗം സൂസൻ കോടി, ജില്ലാ കമ്മിറ്റി മുൻ അംഗവും DYFI മുൻ സംസ്ഥാന പ്രസിഡന്റുമായ PR വസന്തൻ എന്നിവർ ഇരുപക്ഷങ്ങളായി നിലയുറപ്പിച്ച വിഭാഗീയ പ്രശ്നമാണ് പിരിച്ചുവിടലിൽ എത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. മനോഹരൻ കൺവീനറായ 8-അംഗ അഡ്ഹോക് കമ്മിറ്റിക്കാണ് ചുമതല കൈമാറിയത്. നിലവിലെ സ്ഥിതി സംബന്ധിച്ച് അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സമ്മേളന സമയത്ത് പാർട്ടി ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും ചെയ്ത സംഭവത്തിന്റെ വിശദാംശങ്ങളും ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിവരുന്ന ശില്പശാലകളിൽ സ്ഥിരം ഏരിയ കമ്മിറ്റി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പരസ്യമായി പ്രകടനം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് ജില്ലയിൽ നിന്നുള്ള ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. എന്നാൽ നടപടി ഒഴിവാക്കാൻ ജില്ലാ നേതൃത്വത്തിൽ തന്നെ ചിലർ ശ്രമിക്കുന്നുമുണ്ട്. സംസ്ഥാനത്തെ CPMന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയാണ്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം VSനെ വിസ്മൃതിയിൽ തള്ളാനുള്ള 1-ാം നമ്പർ ഗൂഢാലോചനയെന്ന PV അൻവർ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം VSനെ വിസ്മൃതിയിൽ തള്ളാനുള്ള 1-ാം നമ്പർ ഗൂഢാലോചന മാത്രമാണെന്ന് PV അൻവർ. മാധ്യമ ഹാൻഡിലുകളിൽ നിന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും VSനെ മായ്ച്ചു കളയാൻ അവർ ആലോചിച്ച വഴിയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമെന്ന് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. നൂറ്റാണ്ടിന്റെ കമ്മ്യൂണിസ്റ്റ് VS വിസ്മൃതിയിലാവും എന്ന പകൽക്കിനാവ് കാണുന്നവർ എത്ര വിഡ്ഢികളാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കഥയും തിരക്കഥയും എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത്.
അൻവർ കുറിച്ചിരിക്കുന്നതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. VSന്റെ വിയോഗം പത്രമാധ്യമങ്ങളുടെ സ്പേസ് അത്രയും കവർന്നെടുത്തു. കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ VSന്റെ ചരിത്രവും വർത്തമാനവും ഇഴകീറി 72 മണിക്കൂറുകൾ സ്റ്റോറികൾ ചെയ്തു. പാർട്ടി സമ്മേളന വേദികളിലടക്കം VSനെ അപമാനിച്ചവർ VS തന്നെ പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കഥകൾ മാധ്യമങ്ങൾ ഓർത്തെടുത്തു. സോഷ്യൽ മീഡിയ ഇത് ഏറ്റുപാടി. പുന്നപ്രയുടെയും വയലാറിന്റെയും വീരനായകന്റെ വിയോഗം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ തന്നെ കേരളം ചർച്ച ചെയ്തു. വിതുമ്പുന്ന അനുശോചന യോഗങ്ങളുണ്ടായി. പിണറായിസമാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും എന്ന് തിരുത്തി വായിക്കാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നിർബന്ധിതരായി പോയ സഖാക്കളെയും പുതിയ കാലത്ത് പിണറായിസത്തെ പാർട്ടിയായി ധരിച്ച് വശായിപ്പോയ പുതിയ സഖാക്കളെയും VSന്റെ മരണം അഗാധമായി സ്വാധീനിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോളം പ്രായമുള്ള VS ആയിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന സത്യം വെളിച്ചം കാണാനുള്ള ഉപാധിയായി തീർന്നു. സഖാ VSന്റെ പോരാട്ട ചരിത്രത്തിന്റെ ഈ പൊതുവായന കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും മുതലാളിത്തത്തിന് എഴുതിക്കൊടുത്ത റെസിപ്റ്റ് കൈപ്പറ്റിയവർ ജാഗരൂകരായി. കടലും തിരയും ബക്കറ്റിലെ വെള്ളവും സിംബോളിക്കായി പറഞ്ഞ VSനെ അപമാനിച്ചവർ മഹാനായ VSന് മുൻപിൽ നാടിന് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന് മുന്നിൽ സ്വയം ചെറുതാകുന്നത് സഹിക്കാനാവാതെ പരക്കം പാഞ്ഞു. മാധ്യമ ഹാൻഡിലുകളിൽ നിന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും VSനെ വായിച്ചു കളയാൻ അവർ വഴി ആലോചിച്ചു. അതിന്റെ ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം എന്നാണ് PV അൻവർ കുറിച്ചത്. ജയിൽ സുരക്ഷയുടെ പഠന റിപ്പോർട്ട് നൽകിയിട്ട് 12 വർഷം. പക്ഷെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില. സംസ്ഥാനത്തിന്റെ ജയിൽ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളി ജയിൽ ചാടിയിട്ടും ജയിൽ സുരക്ഷ സംബന്ധിച്ച പഠന റിപ്പോർട്ടിൽ ഉറക്കം വിട്ടുണരാതെ സർക്കാർ 2013 സമർപ്പിച്ച റിപ്പോർട്ടിന് 12 വർഷമായി കഠിന തടവാണ് സർക്കാർ വിധിച്ചത്. നടപടികൾ ഉണ്ടാകുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉറപ്പുകൾ എന്നാണ് വിമർശനം, പരിഹാസം. അവിടെ കൊണ്ടും തീർന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകൾ സർക്കാരിന് വലിയ പ്രതിസന്ധിയാവുകയാണ്. 2 മാസത്തിനിടെ ഗുരുതര വീഴ്ചകളാണ്. സർക്കാരിന്റെ അവസാന വർഷം തിരിച്ചടികളുടെ കാലമാണ് സർക്കാരിന്. 5 വർഷ ഭരണത്തിന്റെ അവസാന ലാപ്പ് ഓടുന്നതിനിടെ തുടർച്ചയായ വീഴ്ചകൾ സർക്കാരിന് പ്രതിസന്ധിയാകുന്നു. 2 മാസത്തിനിടെ ഒന്നിനു പുറകെ ഒന്നായി വലിയ പ്രശ്നങ്ങളിലൂടെയാണ് സർക്കാർ കടന്നുപോയത്. 9 വർഷത്തെ ഭരണ നേട്ടമായി LDF സർക്കാർ ഉയർത്തിക്കാട്ടുന്ന പ്രധാന പദ്ധതിയാണ് ദേശീയപാത വികസനം. പക്ഷേ പലയിടത്തും ദേശീയപാതകൾ തകർച്ചയുടെ വക്കിലായതോടെ വലിയ തിരിച്ചടിയായി. തകർന്ന ദേശീയപാതകൾ സംസ്ഥാന സർക്കാരിന് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ദേശീയപാത നിർമ്മിച്ചുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആരോപണത്തിന് കരുത്തു പകരുകയാണ് ഓരോ അപകടങ്ങളും. കുട്ടികളെ കരയിച്ച കീം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി പ്രവേശന പരീക്ഷകളുടെ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മാർക്ക് ഏകീകരണ ഫോർമുല പരിഷ്കരിച്ച് പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടാക്കി സർക്കാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ജൂൺ അവസാന വാരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വൈകാരികമായ കുറിപ്പ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ പൊതുവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം മുതൽ തുടങ്ങിയതാണ് സർക്കാരും രാജ്ഭവനുമായുള്ള തർക്കം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവർണർ പങ്കെടുത്ത സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ എങ്ങുമെത്താതെ നിൽക്കുകയാണ്. മഞ്ഞുരുകിയെന്ന് പറയുമ്പോൾ പോലും സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നാണ് പുതിയ ചോദ്യം. കൊല്ലം തേളക്കര ബോയ്സ് ഹൈസ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ ചെരുപ്പെടുക്കാൻ കയറുന്നതിനിടെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം നാടിനെ നടുക്കി. സർക്കാർ സംവിധാനങ്ങൾ യഥാസമയം തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്നതിലുണ്ടായ അലംഭാവവും കേരളം ചർച്ച ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ കെട്ടിടം തകർന്നു വീണപ്പോൾ അതിനിടയിൽ ആരുമില്ലെന്നാണ് മന്ത്രിമാരുൾപ്പെടെ ആദ്യം പറഞ്ഞത്. എന്നാൽ ഒരു മൃതദേഹം കണ്ടെത്തിയതോടെ സിസ്റ്റത്തിലെ തകരാർ ആവർത്തിച്ചു. ഇപ്പോൾ എല്ലാ തകരാറും സിസ്റ്റത്തിന് മേൽ വയ്ക്കുന്ന സർക്കാരിന് ഒടുവിലുണ്ടായ തിരിച്ചടിയാണ് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്തുമോ? തട്ടിപ്പിൽ സംസ്ഥാനം അന്വേഷണം അട്ടിമറിച്ചു. കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്ന് BJP. കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളായി സംസ്ഥാനത്തെ പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച കോടികൾ അർഹർക്ക് നൽകാതെ ഉദ്യോഗസ്ഥരും CPM നേതാക്കളും കൈക്കലാക്കിയത് സംബന്ധിച്ച സമഗ്ര അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ, സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം അട്ടിമറിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നൽകിയ 6600 കോടി രൂപയാണ് സംസ്ഥാനം വകമാറ്റി ചിലവഴിച്ചതും ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയതും. അർഹരായവർക്ക് സഹായം നൽകാതെ വ്യാജ രേഖകളുണ്ടാക്കി പട്ടികജാതി ഫണ്ട് CPM നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്കും ചില ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടുകളിലേക്കുമാണ് പോയത്. പരാതികൾ ഉയർന്നപ്പോൾ പോലീസ് ചില കേസുകൾ എടുത്തെങ്കിലും പ്രതികളുടെ അറസ്റ്റോ തുടർ നടപടികളോ ഉണ്ടായില്ലെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് വലിയ തോതിൽ ഫണ്ട് വെട്ടിപ്പും അഴിമതിയും നടന്നത്. മൈക്രോ ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അനുവദിച്ച ഫണ്ട് അനർഹരുടെ അക്കൗണ്ടിലേക്കാണ് പോയത്. വായ്പയൊന്നും എടുക്കാത്ത വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ പേരിലുള്ള സബ്സിഡി പണം അനുവദിച്ചു എന്ന വളരെ ഗുരുതരമായ കുറ്റവും തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായി. ഇതിലൂടെ 6 കോടിയോളം രൂപയാണ് അപഹരിച്ചത്. വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും വൻതുക കൈക്കലാക്കി. SC വനിതാ ഗ്രൂപ്പുകളിൽപ്പെട്ടവർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ച പദ്ധതികളിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാജരേഖകളുണ്ടാക്കി കോടികൾ തട്ടിച്ചത്. കൊല്ലം, തൃശൂർ കോർപ്പറേഷനുകളിലും കാസർഗോഡ് നഗരസഭയിലും ചില ബ്ലോക്ക് പഞ്ചായത്ത് മേഖലകളിലും ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടും നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം പണം തട്ടിച്ചത് CPM നേതാക്കളോ അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആണ്. ഡിവൈഎഫ്ഐയുടെ ഉന്നത നേതാവിന്റെ പിതാവിന്റെ അക്കൗണ്ടിലേക്ക് തുക കൈമാറ്റം ചെയ്തെന്നും നേതാക്കൾ പറഞ്ഞു. പട്ടികജാതി വിഭാഗങ്ങളോട് സംസ്ഥാന സർക്കാരിന്റേത് ക്രൂരമായ സമീപനമാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. തട്ടിപ്പിന്റെ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വിവാഹ വായ്പാ സഹായവും പഠന സഹായവുമാണ് കൂടുതൽ തട്ടിയെടുത്തിരിക്കുന്നത്. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കുറ്റക്കാർക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പേരിന് മാത്രം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഫലത്തിൽ കേസ് അട്ടിമറിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികളെ സമീപിക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു. അടുത്ത ദിവസം ഡൽഹിയിലെത്തി കേന്ദ്ര പട്ടികജാതി കമ്മീഷനും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും കേന്ദ്ര പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിക്കും പരാതി നൽകും. സംസ്ഥാനമൊട്ടാകെ നടന്ന കോടികളുടെ അഴിമതിയാണിത്. അതിനാൽ സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ് വേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു.